ഗുഡ് മോർണിംഗ്. ഞങ്ങളിന്ന് ലാസ്റ്റ് ഡേ ആണ് ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ. ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ്. ആദ്യ ദിവസം ഇനോഗ്രേഷൻ കണ്ടു. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഹട്ടുകളൊക്കെ, അവരുടെ മൊറങ് എന്ന് പറയുന്ന ഹട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇന്നിപ്പം മൂന്നാമത്തെ ദിവസം കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ഇന്നലെ ഉണ്ടായിരുന്നു, കൾച്ചറൽ പ്രോഗ്രാംസ്. പക്ഷെ അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ ഇന്നലെ പറ്റിയില്ല. കാരണം മൊറങ്സ് തന്നെ 10-16 ഉണ്ട്. അതിൽ ഏറെക്കുറെ നമ്മൾ ഇന്നലെ കവർ ചെയ്തു. അപ്പോൾ ഇന്ന് ഇപ്പം കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഒന്ന് കണ്ടിന്ന് ദിമാപൂരേക്ക് പോകും. ഇവിടുന്ന് നമ്മുടെ ഒരു ടാക്സി പിടിക്കണം. അങ്ങനെ ദിമാപൂരേക്ക് പോയി ദിമാപൂരിൽ നിന്ന് ഗുവാഹട്ടി, ഇങ്ങനെയാണ് പരിപാടി. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് ഇന്നത്തെ നമ്മുടെ ഈ നാഗാലാൻഡ് ട്രിപ്പിന്റെ വീഡിയോസ് അവസാനിക്കുന്നതായിരിക്കും. ദിമാപൂരിൽ നിന്ന് കോഹിമയിലേക്ക് ഓടിക്കുന്ന ഒരു ടാക്സി ഡ്രൈവറിന് ഇവിടത്തേക്ക് കിസാമ വില്ലേജിലേക്ക് വരണമെങ്കിൽ അവർക്ക് പെർമിറ്റ് എടുക്കണം. അതേപോലെ തന്നെ ഇവിടുന്ന് ഓടിക്കുന്ന ആൾക്കാർക്ക് ദിമാപൂരേക്ക് പോകണമെങ്കിൽ അതിനും വേണം പെർമിറ്റ് എടുക്കേണ്ടത്. നാഗാലാൻഡിലെ അസംബ്ലി സീറ്റുകളുടെ, നിയമസഭാ സീറ്റുകളുടെ എണ്ണം 60 ആണ്. ലോക്സഭ എത്രയാണ് നിസാബേ? 2. ലോക്സഭ 2. ടോട്ടൽ പോപ്പുലേഷൻ 41.14 കാണുന്നത്. ഞങ്ങൾ താമസിച്ചത് നാഗാലാൻഡ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഓഫീസിന്റെ തൊട്ടടുത്താണ്. NST എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് കിസാമ വില്ലേജിലേക്കുള്ള ദൂരം ഒരു 10 കിലോമീറ്റർ ഒക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് 500 രൂപയാണ് ഒരു ടാക്സിക്ക് അവർ ചാർജ് ചെയ്യുന്നത്. അത് കുറച്ച് എക്സ്പെൻസീവാണ്. അത്ര വളരെ ചെറിയ ദൂരമേ ഉള്ളൂ ശരിക്കും. പക്ഷേ ഇവിടുന്ന് കോഹിമയിൽ നിന്ന് ദിമാപൂരേക്ക് എത്ര കിലോമീറ്റർ ആയിരുന്നു? 60 ആണോ? कोहिमा टू दिमापुर का डिस्टेंस कितना है? पहले 74 था. 74 था. अभी रास्ता थोड़ा कम हो गया. 4 लाइन बना दिया ना. हाँ, थोड़ा कम हो गया. 65. हाँ, 65 കിലോമീറ്റർ, 65 കിലോമീറ്റർ. അതിന് 330 രൂപയാണ്. അത് പക്ഷെ എല്ലാം 4 ലൈൻസ് ആക്കി മാറ്റി. അടിപൊളിയാണ് റോഡ്, സൂപ്പർ റോഡ്സ്. है ना अभी 4 लाइन है तो थोड़ा टर्निंग मोडिंग करते हैं ना. इसलिए थोड़ा कम थी. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് കുറയാണ് ഇത്. മുമ്പ് 74 അപ്പം അതുകൊണ്ട് ആ യാത്ര വളരെ സുഖമാണ്. ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇതുമില്ല. നമ്മൾ സാധാരണ ഈ കർവി മൗണ്ടൻസ് പോകുമ്പോൾ നമ്മൾ കുറച്ച് അൺകംഫർട്ടബിൾ ആണ്. ബട്ട് ദിസ് ഇസ് ക്വൈറ്റ് വെരി ഗുഡ് റോഡ്. നല്ല സുന്ദരമായ മലനിരകളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു യാത്രയാണ് ഇവിടുന്ന് കൊഹിമയെന്ന് വിട്ടിട്ട് നമ്മുടെ കിസാമ ഫെസ്റ്റിവൽ. ഇപ്പം ഈ നടക്കുന്ന കിസാമ ഗ്രൗണ്ടിൽ ആവുന്നതിന് മുമ്പ് ഇത് ഇവിടെ ടൗണിലൊക്കെ തന്നെയായിരുന്നു നടക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട്. പിന്നെ ഇപ്പോൾ ഇതിന് ഒരു ഇന്റർനാഷണൽ മുഖം വന്നു കഴിഞ്ഞു. കാരണം ബ്രിട്ടീഷ് ഹൈ കമ്മീഷണർ, അമേരിക്കൻ അംബാസിഡർ, മെക്സിക്കൻ ഹൈ കമ്മീഷണർ സംതിങ്, അങ്ങനെ ഇവരൊക്കെ സജീവ സാന്നിധ്യമുണ്ട് ഈ പ്രോഗ്രാമിൽ. ഇന്നലെ നമുക്ക് അവരെയൊക്കെ കാണാൻ സാധിച്ചു. വാർ സെമിട്രി പോയപ്പോൾ അവരൊക്കെ വിസിറ്റ് ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. ഇനി അറിയില്ലായിരുന്നു ഇവർ താഴെ വന്ന് നിൽക്കുന്നതൊന്നും കാര്യം അറിയില്ലായിരുന്നു. നിങ്ങൾ വാർ സെമിട്രി പോയപ്പോൾ അത് ഭയങ്കര സംഭവമല്ലേ. നമ്മളെ മുമ്പ് കൂടെ പെട്ടെന്ന് ഞെട്ടിച്ചുകൊണ്ട് വലിയ സെക്യൂരിറ്റി സിസ്റ്റം സംഭവങ്ങളൊക്കെ ആയിട്ടാണ്. ആ ലെവലില് അത് പെട്ടെന്ന് കണ്ട് ഞെട്ടി. ഞാൻ അവിടുന്ന് ക്യാമറയൊക്കെ എടുക്കും. പക്ഷെ അവരൊന്നും അങ്ങനെ അവരുടെ സെക്യൂരിറ്റിക്കാർ നമ്മളെ നാട്ടിലെ മന്ത്രിമാരൊക്കെ പോകുമ്പോൾ രാജാവ് പോകുന്ന അവസ്ഥയൊന്നുമില്ല. ഇവിടെ മാന്യമായി ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളടുത്ത് തന്നെ നിന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. കിസാമ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ലാസ്റ്റ് ഗേറ്റാണിത്. ഇവിടെ ഒത്തിരി വാഹനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പട്ടാളത്തിൻ്റെയും പിന്നെ ഫോഴ്സസിൻ്റെയും എല്ലാ വാഹനങ്ങളുണ്ട്. അങ്ങനെ നമ്മളിനി എൻട്രി ടിക്കറ്റ് എടുക്കണം. അതിൻ്റെ അകത്തുള്ള വാർ മെമ്മോറിയലൂടെ ഒന്ന് കാണണം. അത് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. നാഗാ ഹെറിറ്റേജ് വില്ലേജ് പാർക്കിംഗ് എല്ലാം ഭയങ്കര വെൽ പ്ലാൻഡ് ആണ്, അടിപൊളിയാണ്. അപ്പം നമ്മുടെ എൻട്രി പാസ്സാണ്. ഇത് നമുക്ക് കയ്യിൻ്റെ മുകളിൽ കെട്ടുന്നൊരു വാച്ച് പോലെ ബാൻഡാണ്. 50 രൂപ ലോക്കൽസിന്, പിന്നെ വിദേശികൾക്ക് 100 രൂപ. അപ്പോൾ ഇതാണ് എൻട്രി.
ഗേറ്റ് നമ്മളെ. അതായത് വേറൊരു കാര്യം എന്ന് പറയുന്നത് വലിയ പൈസ ഒന്നും ഈടാക്കുന്നില്ല കേട്ടോ. അതായത് ഫോറിനേഴ്സിന്റെ അടുത്ത് അടക്കം ഒരു 100 രൂപ ഈടാക്കുന്നു. 100 രൂപ മാത്രമേ. നമ്മളവിടെ ഒരു മ്യൂസിയത്തിൽ കയറാൻ തന്നെ നോർമൽ മ്യൂസിയത്തിൽ കയറാൻ തന്നെ 50-100 രൂപയുണ്ട്. അത്രക്ക് പിന്നെ ഇന്റർനാഷണൽ പൈസ എടുക്കും. 150 രൂപയുള്ളൂ. അപ്പൊ അതാണ് ഡിഫറൻസ്. ഭയങ്കരമാണ്. നമ്മള് വാർ മെമ്മോറിയൽ പോകുന്നതിന് തൊട്ട് മുമ്പിൽ ഒരു ഹോർട്ടിസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് ഹോർട്ടിക്കൾച്ചർ ചെടികളും ഇതൊക്കെ. ഇന്നലെ ഞങ്ങൾ അതിന് മുമ്പിൽ കൂടെ വന്നിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ അതിന് കാണുന്നില്ല, അതിനുള്ള സമയമില്ല. നമ്മളെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ട് ഇവിടുന്ന് വിട്ടിട്ട് പോകണം. അതാണ് പരിപാടി. നിറയെ ആൾക്കാർ വരുന്നുണ്ട്. ഇന്ന് 3ാമത്തെ ദിവസമാണ്. വീണ്ടും നമ്മൾ ഹെറിറ്റേജ് വില്ലേജിലെത്തി. കണ്ടില്ലേ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ആൾക്കാരെയൊക്കെ മാനേജ് ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്യുന്നു. മനോഹരമായ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ്. ഇതൊക്കെ ഓരോരോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ്. ആ സ്റ്റേജിൽ പ്രോഗ്രാംസ് ഓരോന്ന് പെർഫോം ചെയ്തുകൊണ്ടിരിക്കും. ആൾക്കാർ പിന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നിസാബ് ഇങ്ങനെ ഫോട്ടോ എടുത്ത് തകർക്കുകയാണ്. ഒരാളെയും വെറുതെ വിട്ടില്ല. അടിപൊളി, അടിപൊളി ഫ്ലവേഴ്സ്. ഈ ലീഫ് എന്താണെന്ന് ഇതൊരു പിടി കിട്ടിയിട്ടില്ല. എന്താണ് സാധനം? നമ്മൾ താഴെ സൗത്തിലൊന്നും കാണാറില്ല. ഇപ്പോഴാണ് നമ്മളെ സ്റ്റേജിൻ്റെ ഈ പ്രോഗ്രാംസ് പെർഫോം ചെയ്യുന്ന സ്റ്റേജിൻ്റെ ഒരു രൂപം കാണാൻ പറ്റുന്നത്. മറ്റേതെല്ലാം രാത്രി ടൈമിലായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റേജാണിത്. ഇതാണ് മെയിൻ സ്റ്റേജ്. അപ്പോൾ ഇത് ഡേ ടൈമിൽ ഇങ്ങനെ പ്രോഗ്രാംസ് ഓരോന്ന് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇവിടെയുള്ള സീറ്റിംഗ് സ്പേസസ് തന്നിട്ടുണ്ട്. അതല്ലേ ഗവൺമെൻറ് ഓഫ് നാഗാലാൻഡ്. അങ്ങനെ 1, 2, 3, 4 ഇങ്ങനെ കുറേ സാധനങ്ങൾ അവിടുത്തെ വരെ ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ മേലോട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ മോറൂങ്സ് എല്ലാം, നമ്മളിന്ന് കാണിച്ച മോറൂങ്സ് ഒക്കെ. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. രാത്രി പിന്നെ കൂടുതലും പല ബാൻഡുകളുടെയൊക്കെ പ്രോഗ്രാമുകളൊക്കെയാണ് നടക്കുന്നത്. അടിപൊളിയാണത്. ജർമ്മൻ ബാൻഡ്സ്, കൊളംബിയൻ ബാൻഡ്സ്, അങ്ങനെ ഭയങ്കര മൊത്തം ഒരു ഫ്യൂഷനാണ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്. അതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. സോ ദിസ് വൺ ഗോട്ട് എ ഇൻ്റർനാഷണൽ ഫേസ് നൗ, ഹോൺബിൽ ഫെസ്റ്റിവൽ. നമുക്കും ഉണ്ട് നാട്ടിൽ പല പരിപാടികളും. സംസ്ഥാന കലോത്സവം. ഇവിടെ പ്രോഗ്രാമുകൾക്ക് ശേഷമൊക്കെ പിന്നെ ഫുഡ് സ്റ്റാളുകൾ, അത് നിറയെ നൈറ്റിൽ മുഴുവൻ നമ്മുടെ ബാങ്കോക്ക് പട്ടായൊക്കെ ഉള്ളതുപോലുള്ള ഫുഡ് സ്റ്റാളുകൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും. നമുക്കും നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ പരിചയപ്പെടുത്താം. പല പല കമ്പനീസ് സ്പോൺസർ ചെയ്യാം. ഇവിടെ കണ്ടില്ലേ അടിപൊളി ഒരു വേഷം. ഓൾമോസ്റ്റ് നഗ്നനാണ് അദ്ദേഹം. ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ സ്പോൺസറിങ് ഉണ്ട് ഇവിടെ. അക്കോമഡേഷൻ പാർട്ട്ണർ, സോ ഇന്ത്യൻ ഓയിൽ കാണാം. അങ്ങനെ പിന്നെ SBIൻ്റെ സ്പോൺസറിങ് ഉണ്ട്. നിരവധി കമ്പനികൾ സ്പോൺസർ ചെയ്യണം. നമ്മളൊക്കെ ഇങ്ങനെ സ്പോൺസേഴ്സിനൊന്നും കിട്ടാണ്ടൊക്കെ എങ്ങനെയോ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു അല്ലേ. ഇത്ര സ്പോൺസേഴ്സിൻ്റെ ലോഗോസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു മലേൻ്റെ താഴ്വരയാണ് കേട്ടല്ലേ. വലിയൊരു മലയാണ്, അതിൻ്റെ താഴ്വരയിലാണ് ഈ സംഭവങ്ങളൊക്കെ കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇത് കുറച്ച് മുമ്പേ ഇങ്ങനെ ടൗണിലൊക്കെ നടന്നുകൊണ്ടിരുന്ന സംഭവമാണ്. അതിനെയാണ് കുറച്ച് വർഷങ്ങളായിട്ട് ഈ കിസാമ ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് കൊണ്ടുപോകും. ये मंकी का है? ये किससे बनाया हुआ? ये इसका जो है जानवर का छगुली. कौन सा जानवर? छगुल का सीन उसे बनाया है. This is original. ഇവരെ ഇതെന്തിൻ്റെയൊക്കെയാണെന്ന്, പല ജീവികളുടെയൊക്കെയാണ്. ഇജ്രി എന്നൊക്കെ പറയുന്ന ഒരു ട്രൈബാണ്. ഇവരുടെ വേഷവിധാനങ്ങൾ നമ്മൾ മുമ്പിൽ കാണുന്നത് കുരങ്ങൻ്റെ തലയോട്ടിയാണ് അല്ലേ. കുരങ്ങൻ്റെ തലയോട്ടി, പിന്നെ മാലകൾ, ഇതൊക്കെ ഓരോരോ ജീവിവർഗങ്ങളുടെയാണ്, പല ജീവികളുടെയാണ്. വസ്ത്രം ഓൾമോസ്റ്റ് ശരീരം നഗ്നമായ ഇതാണ്. പുറകുവശമൊക്കെ പൂർണ്ണമായി അനാവൃതമാണ് വസ്ത്രങ്ങളൊക്കെയാണ്.
ഇതെന്താണ് നമ്മളെ ബ്രോക്കോളിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഫ്ലവർ. പ്രോഗ്രാം നടക്കുന്നത് മോർണിംഗിലുള്ള പ്രോഗ്രാമൊക്കെ നടക്കുന്നത് ഓരോരോ സെഷനായിട്ടാണ്. ഇപ്പോൾ മോർണിംഗിലുള്ള ഒരു പ്രോഗ്രാം കൾച്ചറൽ ഷോ 10 to 11:30 ആയിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് 1 o'clock മാത്രമേ അടുത്ത സെഷൻ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ടൈമിംഗ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൽ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടൈമിംഗ് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു പ്ലാൻഡായിട്ട് എല്ലാ സാധനങ്ങളൊന്നും വിസിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പിന്നെ കുറേ എണ്ണത്തിൽ വളരെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇവരുടെ വേഷവിധാനങ്ങൾ ചെറിയ ചെറിയ ഡിഫറൻസസ്, എന്നാലും വെറൈറ്റി ഉണ്ട് ഒത്തിരി. ഇന്നലെ നമ്മൾ കാണിച്ച രഹങ്കി ട്രൈബിൻ്റെ ആണ് അത്. നമ്മൾ ഓൾറെഡി കണ്ടതുകൊണ്ട് വീണ്ടും കാണിക്കുന്നത്. രഹങ്കി അല്ല, സോറി, സെലിയാങ് മുറുങ്ങ്, അവരുടെ മുറുങ്ങാണിത്. കുക്കി വിഭാഗത്തിൻ്റെ മുറുങ്ങ്. ഇതും നമ്മൾ ഇന്നലെ കണ്ട സംഭവമാണ്. ഒരു ലേഡീസൊക്കെ ഇട്ടിട്ടുള്ള ഈ വളകൾ കണ്ടില്ലേ, കൈൻ്റെ മുകളിലുള്ള നീളത്തിലുള്ള വളകൾ, ഇതൊക്കെ കാണാം. മെയിൽസിന് അങ്ങനത്തെ സ്പെഷ്യാലിറ്റീസിൽ ഡ്രസ്സിലുള്ള സ്പെഷ്യാലിറ്റീസ് മാത്രമേ. അപ്പോൾ വളകളാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. ഇന്നലെ കണ്ട കച്ചാരി ട്രൈബിന്റെ പ്രോഗ്രാമാണിത്. കച്ചാരിയിലെ മുറുങ്ങ് കണ്ടില്ലേ, ഭയങ്കര കളർഫുൾ അല്ലേ? ഇതാണ് ഭംഗി.
ഗോത്രവർഗത്തിന്റെ മുറും നമ്മൾ ഇന്നലെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കച്ചാരി എന്ന് പറയുന്ന ഗോത്രവർഗത്തിന്റെ മുറും അവിടെയാണ് നമ്മളിപ്പം കണ്ട ഡാൻസ് പ്രോഗ്രാം. അതിമനോഹരമല്ലേ?